സർ, പാർലമെന്റിൽ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ വി.ഡി. സതീശൻ എം.പിമാരെ, കേരളത്തിലെ എം.പിമാരെ എല്ലാം ഒരു വിളിച്ചുകൂട്ടി മസ്കറ്റ് ഹോട്ടലിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഈ എം.പിമാരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ അംബാസഡർമാരായിട്ട് പ്രവർത്തിക്കണം. ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ കൂടിക്കാഴ്ച, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനായിരിക്കും? കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതല്ല, കേന്ദ്രം കഴിഞ്ഞാലല്ലേ കേരളത്തിന് ശരിയായിട്ടുള്ള വികസനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കേരളം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിനുണ്ട്. അതാണല്ലോ അദ്ദേഹം ധവളപത്രം അല്ലെങ്കിൽ മറ്റു പലതൊക്കെ ഇറക്കി യഥാർത്ഥ പിക്ചർ കാണിച്ചു കൊടുത്തു. പിന്നെ ഇപ്പം അവിടുന്ന് കിട്ടുന്ന നമ്മുടെ ഈ കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് ഉണ്ടല്ലോ, അപ്പൊ കേരളത്തിന് എടുക്കാൻ പറ്റും. അതിനകത്തും ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനകത്തു നിന്നൊക്കെ നേരത്തെയുള്ള നിലപാടിനകത്തു നിന്ന് അതിനെക്കാട്ടി പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് കേന്ദ്രം കേരളത്തിന് കാര്യങ്ങൾ ചെയ്യണം. അതേ രീതിയിലുള്ള ഒരു കാര്യം അവതരിപ്പിക്കുക, അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ കൊണ്ടുവരിക, അതിനകത്ത് കേന്ദ്ര സഹായം മേടിച്ചെടുക്കുക എന്നുള്ളതാണ് സതീശൻ ഉദ്ദേശിക്കുന്നത്. സതീശൻ അത് പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞാൽ നമ്മുടെ 50% ടാക്സ് കൊണ്ടുപോകുന്ന കേന്ദ്രമാണ്. അത് അങ്ങനെ പറ്റൂ, കാരണം അത് കൊടുത്തേ വെക്കുക നിയമമാണ്. അപ്പം അത് വേറെ കൊണ്ടുപോകുന്ന സാധനം വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ വികസനത്തിനായിട്ട് അവിടുന്ന് തിരിച്ച് വാങ്ങിച്ചെടുക്കണം. അത് ദേശീയപാത വികസനത്തിനാണെങ്കിലും മറ്റ് പല വികസനത്തിനാണെങ്കിലും എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഇയാൾ തുറമുഖ വകുപ്പ് എടുത്തപ്പോൾ നമ്മൾ എന്തിനു തുറമുഖ വകുപ്പ് എടുത്തു, അപ്പോൾ ഇവിടെ എന്തിനെടുത്തു, അത് അടിച്ചുമാറ്റെടുത്തില്ല. അയാൾക്ക് തുറമുഖ വകുപ്പിനകത്തുള്ള സാധ്യത ഇപ്പം വിഴിഞ്ഞവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ സാധ്യതയാണ്. കാരണം ഈ ലോക നിലവാരത്തിലുള്ള ഒരു പോർട്ട് വരും, കേരളത്തിനകത്ത് ആ പോർട്ട് നിൽക്കുകയും കേരളത്തിനകത്ത് അതിനകത്ത് അതുകൊണ്ട് വലിയ വലുപ്പത്തിൽ അവിടെ ചരക്ക് വരുമ്പോൾ പുറത്ത് വികസനം ഉണ്ടാകുകയും ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ ഉണ്ടാകുകയും അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുകയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അതുകൂടാതെ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 17ഓളം തുറമുഖങ്ങൾ, ചെറു തുറമുഖങ്ങൾ നമുക്കുണ്ട്. 2 രാജ്യാന്തര തുറമുഖങ്ങളാണ് നമുക്കുള്ളത്. അതിനകത്തൊന്ന് വിഴിഞ്ഞം, അതിനകത്തൊരു കണ്ടെയ്നർ, അല്ലെങ്കിൽ 17ഓളം മിനി തുറമുഖങ്ങൾ ഉണ്ട്. 600 കിലോമീറ്ററോളം നമുക്ക് ഇതുണ്ട്, കടൽ തീരമുണ്ട്. അപ്പൊ ഇതൊരു വലിയ സാധ്യതയാണ്. ആ സാധ്യത മറ്റ് സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്ത് വികസനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്, 4 വിമാനത്താവളങ്ങൾ കൂട്ടിയോജിപ്പിച്ച് 27ഓളം ഏവിയേഷൻ പ്രോജക്റ്റുകൾ. അപ്പം അതിനകത്തുനിന്ന് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം. അപ്പൊ സ്വകാര്യ നിക്ഷേപം യഥാർത്ഥത്തിൽ വേണ്ടത്. ഇപ്പോൾ തുടങ്ങും, ബഹളം തുടങ്ങും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ സ്വകാര്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ അതിനകത്ത് നിബന്ധന വെച്ചാൽ പോരെ. അതുപോലെ നമ്മൾ സ്വകാര്യ നിക്ഷേപം എന്ന ഗവൺമെന്റ് നിയന്ത്രണം, എവിടെ ഗവൺമെന്റ് നിയന്ത്രണം, എവിടെ ഗവൺമെന്റ് നിയന്ത്രണം പോകുന്നത്? ഗവൺമെന്റിന്റെ ചിട്ടയും രീതിയും അല്ലെങ്കിൽ നിയമം വെച്ചിട്ടല്ലേ ഏതൊരുത്തരും ഒരു രാജ്യത്ത് ഒരു ഭരണഘടനാപരമായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കുമ്പോൾ അതിൻ്റെ കീഴിൽ നിൽക്കാനൊക്കത്തുള്ളൂ, അല്ലെ ഗവൺമെന്റ് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ചെറിയ നാട്ടുകാർക്ക് ഏറ്റവും ഉദാഹരണം പറയാം, സ്വകാര്യ മേഖലയിൽ കാര്യങ്ങൾ വന്നാൽ വലിയ കുഴപ്പമാകുമെന്ന് പറഞ്ഞ ഇടത്ത് ഞാൻ ചോദിച്ചോട്ടെ, പാസ്പോർട്ട് പണ്ട് അറിയാം, ഇപ്പോഴത്തെ ആളുകൾ ഇപ്പോൾ എടുക്കുന്നതെന്ന് അറിയത്തില്ല, പണ്ട് പാസ്പോർട്ട് എടുക്കുന്ന എന്തൊരു വലിയൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു. ടാറ്റ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ടിന്റെ ഇപ്പം പാസ്പോർട്ട് എടുക്കുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്. അവർ വിളിക്കും, സമയത്ത് വിളിക്കുക, അത് സ്വകാര്യ മേഖലയിൽ വന്നിടക്കാന്നല്ലേ മാറി. ആർക്കെങ്കിലും നമ്മുടെ എയർപോർട്ട് തന്നെ എനിക്ക് ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. എയർപോർട്ട് വ്യത്യാസം വരുന്നത് എയർപോർട്ട് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടല്ലേ. പിന്നെ എത്ര നീറ്റായി. അപ്പൊ ഇത് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് അളിച്ചു വാരാനും അല്ലെങ്കിൽ വലിച്ചു കൂട്ടാനും ചില കാര്യങ്ങളും ഒക്കെ നടക്കാതെ വരുന്ന രീതിയുണ്ട്. വിദേശത്ത് മൊത്തം ഇത് സ്വകാര്യമായിട്ടല്ലേ അല്ലെങ്കിൽ കമ്പനികളല്ലേ ഇത് ചെയ്യുന്നത്, ഗവൺമെന്റിന് മേൽനോട്ടം വഹിച്ചാൽ പോരെ. ഞാൻ ചോദിച്ചിട്ടെ, കേരളത്തിന്റെ പുറത്ത് ഈ വൈദ്യുതി നിയന്ത്രണം മൊത്തവും ടാറ്റയും അതുപോലെ വേറെ ഇങ്ങനെ പല കമ്പനികളും, ഞാൻ ടാറ്റയുടെ പേര് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അവിടെ കറണ്ട് പോയിട്ട് അവർ കഴിഞ്ഞാൽ കറണ്ട് പോകുമെന്നാണ് ചോദിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലൊക്കെ കറണ്ട് പോവില്ലേ, നമ്മളൊക്കെ ഇവിടെ 10 വട്ടം പോകുന്നു, അവിടെ കറണ്ട് പോകുന്നില്ല. കറണ്ട് പോയതിന്റെ സമാധാനം പറഞ്ഞു വെക്കും. ഇപ്പൊ തന്നെ ഈ നമ്മുടെ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനിയാക്കിയില്ലേ, കമ്പനിയാക്കിയതിന് ശേഷം നമ്മളൊരു നമ്മുടെ അവിടെ ഒരു കറണ്ട് പോയേക്കാണ്. അത് ഇത്ര സമയത്തുള്ളിൽ കറണ്ട് തന്നില്ലെങ്കിൽ നമുക്ക് ഉപഭോക്തൃ കോടതിയിൽ പോയാൽ നമുക്ക് പൈസ തന്നേ അപ്പൊ ഇനിയും അത് പൂർണ്ണമായിട്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കറണ്ട് പോകാന്ന് വിളിച്ചു പറഞ്ഞാൽ, അയ്യോ ചേട്ടാ ഏത് രാത്രിയിലായാലും നിന്ന് മുറിക്കുന്നതിന്റെ കാര്യം പണ്ടതൊന്നുമില്ല, സൗകര്യം ഉള്ളപ്പം 2 കഴിഞ്ഞിട്ട് ആരോടും. അപ്പം ഇതൊക്കെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇപ്പം സാധാരണ ഇതുപോലെ മുഖ്യമന്ത്രിമാരൊക്കെ അല്ലെങ്കിൽ എംപിമാരെയൊക്കെ വിളിച്ചുകൂട്ടി പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള അതിന്റെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഇദ്ദേഹം ഇതുപോലെ വിളിച്ചിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹത്തിന്
നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പം മോദിയുടെ കയ്യെ പിടിക്കുന്നു, പിണറായി വിജയൻ മോദി വരുമ്പം എയറോട്രിൽ പോകാതിരിക്കാനൊക്കത്തില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് മുഖ്യമന്ത്രി ആയാലും അവിടെ പോയി മാന്യമായിട്ട് സ്വീകരിക്കാറുണ്ട്. പിന്നെ ചിലയിടത്ത് മാത്രം മുഖ്യമന്ത്രിമാർ ചെല്ലാതിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്, അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരനൊക്കെ ചെന്നില്ല, അത് അവിടുത്തെ രാഷ്ട്രീയമായിട്ട് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. പിണറായി വിജയൻ ചെന്ന് അന്ന് നമ്മൾ പറയുമായിരുന്നു, പിണറായി വിജയൻ ഇന്ന് മോദിയെ സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, മോദിയുടെ കൈ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, മോദിയുടെ മുമ്പിൽ ചെല്ലും ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്ന് ഈ ആക്ഷേപം പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് വി.ഡി. സതീശൻ പറഞ്ഞു, കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ. പിന്നെ ഇദ്ദേഹത്തെ ചെന്ന് കണ്ട് ഇടയ്ക്കിടയ്ക്ക് മോദിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചല്ലേ ഇവിടെ വികസനം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ സതീശൻ, അതൊക്കെ അന്ന് ഇപ്പൊ ഷാജി പറയുന്നില്ല, അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഞങ്ങൾക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എന്തൊക്കെയോ സംസാരിച്ച് കാണും. അതൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംസാരം, അപ്പൊ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആ സംസാരമല്ല. അപ്പൊ ഇവരുടെ എല്ലാം പറഞ്ഞേക്കുന്നത് നിങ്ങളെല്ലാം ചെന്ന് ഓരോ എംപിമാരും ഓരോ വകുപ്പിന്റെയും മന്ത്രിമാരെ കാണും, ഓരോ വകുപ്പിന്റെയും മന്ത്രിമാരെ കണ്ടിട്ട് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഫണ്ടും വികസനവും കൊണ്ടുവരണം, കേരളത്തിന് മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പം ഇപ്പം മോദിയെ കാണുന്നതിനോ കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം ഷാജി അവിടെ ചെന്നല്ലോ, ഗഡ്കരിയെ കണ്ടു. ഗഡ്കരിയെ കണ്ടിട്ട് അദ്ദേഹം നമ്മുടെ ദേശീയപാത വികസനത്തിന് ഫണ്ട് അനുവദിച്ചു, കുറച്ച് പൈസ ഉടനെ അനുവദിച്ചു കൊടുത്തു, ബാക്കി ഇത്രയും ഫണ്ട് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗഡ്കരിക്ക് എന്ന് പറഞ്ഞാൽ വികസനത്തിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല, അദ്ദേഹത്തിന് കാര്യങ്ങൾ നടക്കണം. അദ്ദേഹം പറയുന്ന രീതിയിൽ ദേശീയപാത വികസനം ലോക റെക്കോർഡാ, 1 മണിക്കൂർ കൊണ്ട് ഇത്ര ദേശീയപാത അല്ലെങ്കിൽ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തില് ഇപ്പം ഇന്ത്യ, അല്ലെങ്കിൽ അത്തരത്തിൽ ഗഡ്കരിയാ 24 മണിക്കൂറും ഈ ആ രീതിയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അപ്പൊ അത് കേരളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ പ്രോജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങൾ അവർ പറയുന്ന പോലെ കൊടുത്ത് അതിന് ഫണ്ട് അനുവദിച്ചു കൊടുക്കും. അപ്പൊ അദ്ദേഹം പോയി മുസ്ലിം ലീഗിന്റെ മന്ത്രിയല്ലയോ, ആരാ ബഷീർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഷാജിയുടെ കൂട്ടായിരുന്നു, അല്ലെങ്കിൽ തീവ്രമായ പ്രസംഗങ്ങളും ഈ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും. അപ്പൊ ആദ്യമേ അയാളെ പോയി കാണുന്നേ, ബാക്കിയുള്ളവർക്ക് ആശങ്കയാ, മോദിയെ പോയി കണ്ട വേറെ വല്ലവരും വല്ലതും പറയുമോ? മുസ്ലിം ലീഗുകാര് അല്ല പോയി കണ്ടിട്ട് വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പം അവരത് ആ ലൈനപ്പിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഭരണത്തിൽ വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡൽഹിയിലെ ഭരണം കൂടി അല്ലെങ്കിൽ ഡൽഹിയിലെ കേന്ദ്രത്തിന് അകത്ത് നിന്ന് വേണ്ട വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആവോളം ശ്രമിക്കും. പിന്നെ നമ്മൾ എത്ര പറയുമ്പോഴും കുറച്ച് ദീർഘവീക്ഷണമുള്ള ആളാണ് എന്ന് മനസ്സിലാകും തോന്നുന്നുണ്ട് ഈ വികസനത്തിന്റെ കാര്യത്തിലൊക്കെ. അത് ആ കോൺക്ലേവില് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ ആ കോൺക്ലേവിലൊക്കെ തന്നെ വി.ഡി. സതീശൻ ഇങ്ങനെ പറയുമായിരുന്നല്ലോ, ഈ കേരളത്തെ ഒരു തുറമുഖ നഗരം ആക്കി മാറ്റണം. ഒരുപാട് വിഷൻ ഉണ്ട്, അതുണ്ട്, കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. വായന എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നതിന് ശേഷം ഓരോ കാര്യത്തിനകത്തും അദ്ദേഹം മറുപടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ സ്റ്റഡീഡാണ്. അതെ, എല്ലാ വിഷയത്തിലും. അതായത് എനിക്ക് തോന്നുന്നു ധനകാര്യമന്ത്രി അവനെ കൊള്ളാവുന്ന ആളാണ് കേട്ടോ. അതിനെപ്പറ്റി അയാള് കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി അത് ഈ സ്വർണ്ണ നിക്ഷേപത്തിന്റെ ഒക്കെ ആ നികുതി അടയ്ക്കുന്നത് അന്ന് പണ്ട് 300 കോടി എന്തോ അടയ്ക്കുന്നത് ഇപ്പോഴും അത് തന്നെ, പക്ഷെ സ്വർണത്തിന് വില കൂടി. അപ്പൊ ആ നികുതി മാറ്റുന്നില്ല, അങ്ങനെയുള്ള നികുതി പിടിച്ചെടുക്കണം എന്നൊക്കെയാണ്. അപ്പൊ ഇയാൾ അതിനെപ്പറ്റി സ്റ്റഡി അയാൾ പറഞ്ഞത്, എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി, ഞാൻ നമ്മൾ പറയുന്ന ഈ ഇതുപോലുള്ള അല്ലെങ്കിൽ ധനകാര്യത്തെ പറ്റി പല വലിയ ധനകാര്യ വിദഗ്ധരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിലിങ്ങും അതിന്റെ കാര്യങ്ങളും. അപ്പം അയാൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. ഇപ്പൊ തന്നെ ആദ്യത്തെ ബഡ്ജറ്റിനകത്ത് തന്നെ പുള്ളിക്ക് നമ്മൾക്ക് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലും കാര്യങ്ങൾക്കകത്ത് തോന്നുന്നു ഏണിങ്സ് ഉണ്ടാകും എന്നുള്ള തോന്നൽ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഏതൊക്കെ വഴിക്കൂടെ ഇത് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ എവിടൊക്കെ ഇതിന് സാധ്യത ഉണ്ട് എന്ന് കണ്ടെത്തി, അതല്ലേ തോമസ് ഐസക് ഇരുന്നപ്പോൾ എങ്ങനെ വന്നപ്പോഴും ഒരു പ്രതിസന്ധി വന്നില്ല. നാളെ പരാജയം ഗവൺമെന്റ് പോയ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലായിരുന്നു. അപ്പൊ ഇയാൾക്കും അതേ രീതിയിൽ കാര്യങ്ങൾ അറിയാം. അപ്പം അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ട്. അപ്പൊ ആര് ഭരിക്കുന്നോ അതല്ലല്ലോ നമുക്ക് വിഷൻ. നമുക്ക് കേരളത്തിലും വികസനം ഉണ്ടാകുന്ന ഒരു മുഖ്യമന്ത്രി വരട്ടെ. അത് പിണറായി വിജയനാണെങ്കിൽ അതിനെക്കാട്ടി മറികടക്കാൻ സതീശന് കാണുമെങ്കിൽ സതീശൻ ചെയ്യട്ടെ. അതിനകത്ത് സതീശന് വേണ്ട സപ്പോർട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇപ്പം അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന്, അത് മോദിയുടെ താല്പര്യം തന്നെയാണ്. ഏത് സംസ്ഥാനത്ത് വികസന താല്പര്യമുള്ള ഭരണാധികാരി ഉണ്ടോ പാർട്ടി നോക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പശ്ചിമ ബംഗാളിൽ പോലും അങ്ങ് ചെയ്തുള്ളൂ. പക്ഷെ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം അവർക്കെതിരെ പ്രചരണം നടത്തും. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ, അതായത് മോദിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, അയാൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഇന്ത്യ മൊത്തത്തിൽ വികസിക്കണം. അതിനകത്ത് അതെ, അതാണ് ഏറ്റവും പ്രധാന ഒരു അജണ്ട. ഒരു ഭരണാധികാരിക്ക് വേണ്ട, അല്ലെങ്കിൽ BJP ഭരിക്കുന്നത് മാത്രം മതി, അല്ലെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ വന്നിട്ട് മതി എന്നുള്ളതല്ല. ഇന്ത്യ മൊത്തത്തിൽ വികസിച്ചാലേ ഇന്ത്യയുടെ വികസനം ആവത്തുള്ളൂ, ഇന്ത്യക്കകത്തെ ജനങ്ങളുടെ വികസനം ആവത്തുള്ളൂ, ലോക നിലവാരത്തിൽ എത്തത്തുള്ളൂ. അങ്ങനെ എത്തിയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു വിഷയമുള്ളതുകൊണ്ട്
ആര് ഭരിക്കുന്നു എന്നുള്ളത് പുള്ളിക്ക് പ്രശ്നമല്ല. അപ്പം പല കോൺഗ്രസ് ഹിമാചൽ പ്രദേശിലും മറ്റു പലയിടത്തും ഒക്കെ കോൺഗ്രസിൻ്റെ ഇതേ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡി ഉണ്ട്, അയാൾ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും മോദി അടുത്ത് നിന്നിട്ട് അയാൾക്ക് വേണ്ട ഫണ്ടും കാര്യങ്ങളും വികസനത്തിലുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകും. സ്റ്റാലിൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ആ ബാക്കി വിമർശനമൊക്കെ അവിടെ കിടക്കും, പക്ഷെ അവിടെ ചെല്ലും അവിടെ അത് അദ്ദേഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഉള്ളൊരു പോക്ക് ഒരുപക്ഷെ വി ഡി സതീശൻ നടത്തുന്നത് നന്നാവും. വി ഡി സതീശൻ ഏതാണ്ട് കേരളത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ഡൽഹിയെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.